നമ്മൾ കാശ്മീർ യാത്രയിലാണ്. നമ്മൾ ശ്രീനഗറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ജമ്മുവിൽ നിന്ന് നമ്മൾ ബനിഹാലെത്തി. ഇത് ബനിഹാൽ സ്റ്റേഷനും അതിൻ്റെ ഒരു പരിസരമാണ്. ഒരുപാട് ആൾ നമ്മളെക്കാട്ടി മുന്നേ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. ചോദിച്ചു പറയാൻ കഴിഞ്ഞത് ടിക്കറ്റ് സ്റ്റാർട്ടായിട്ടില്ല. ടിക്കറ്റ് 3 മണിക്ക് കൊടുക്കുള്ളൂ. 3:15 ഇനി ട്രെയിനുള്ളത്. ട്രെയിനിൻ്റെ സമയമാണത് കൊടുത്തിരിക്കുന്നത്. ആരും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ നോക്കി വന്നാൽ മതി. ഇതിൻ്റെ പ്രൈസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 20 രൂപയെ നമുക്ക് ഇവിടുന്ന് ശ്രീനഗർ വരെ ആകുള്ളൂ. ടിക്കറ്റിന് നല്ല ക്യൂ ആയിരുന്നു, പക്ഷേ നമുക്ക് പെട്ടെന്ന് കിട്ടി. എന്താ വെച്ചാൽ ലേഡീസിന് സ്പെഷ്യൽ ക്യൂ ഉണ്ടായതിനെ കൊണ്ട് വൈഫിന് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വേഗം ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് നമ്മളതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാൻ വെച്ചാൽ ഇങ്ങനെ ഇറങ്ങിയത്. അടിപൊളി ഇതാണ്. ഇവിടുന്ന് ഉള്ളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കുറേ മലകളും പിന്നെ അവർക്കുള്ള റെയിൽവേ ക്വാർട്ടേഴ്സുകളും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ. നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടില്ല. ട്രെയിൻ ഏകദേശം 3:15 എത്താമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ശ്രീനഗർ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിനോ മറ്റുള്ള വണ്ടികൾക്കാണെന്ന് വെച്ചാൽ ഇവിടുന്ന് മിനിമം 300 ബസ്സിനും ബാക്കിയുള്ള വണ്ടികൾക്ക് 500-400 റേറ്റ് വരും. ഇതാകുമ്പം വലിയവർക്ക് 20, കുട്ടികൾക്ക് 10 രൂപ ഇവിടുന്ന് ശ്രീനഗർ വരെ ചാർജ് വരുള്ളൂ. എന്തായാലും നമ്മൾ ട്രെയിൻ വരാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ബാറ്ററി ചാർജും കുറവാണ് ഫോണിൽ. അപ്പോൾ ഇനിയിപ്പോൾ റൂമിലെത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണം. ഇനി എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ട്രെയിനിൽ ചാർജ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് എടുക്കും. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് റെയിൽവേ. ലോക്കൽസും ഉണ്ട്, നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. വേറൊരു ട്രെയിനിൻ്റെ കിടക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ട്രെയിൻ എത്തി. അപ്പോൾ ആളുകൾ കയറാനുള്ള ക്യൂ ആണ്. അത്യാവശ്യം നല്ല റഷാണ്. നമുക്ക് സീറ്റ് കിട്ടുമെന്നുള്ള പേടിയുണ്ട്. സീറ്റ് കിട്ടിയിട്ടില്ല. തൽക്കാലം ഷെൻസക്ക് ഒരു സീറ്റ് കിട്ടി. നല്ലൊരു കാഴ്ചയാണ്. ഈ വണ്ടിയുടെ ട്രെയിൻ പോകുന്ന 2 ഭാഗത്തും ഐസൊന്ന് വീണ് കിടക്കുകയാണ്. ഇതൊരു 3 ദിവസം മുന്നേ വീണ ഐസാണ്. ഇതിപ്പം പെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ റെയിലിലൊക്കെ ഐസ് വരുന്നതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ വണ്ടിയിൽ ഒരുപാട് കാശ്മീരികളും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അടുത്തൊരു സ്റ്റേഷനിൽ എത്താൻ പോകുന്നു. ഗാസിക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പറഞ്ഞത്. ആ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമാണത്. പ്ലാറ്റ്ഫോമിലെല്ലാം ഐസ് വീണ് കിടക്കുകയാണ്. അതിൽ എൻ്റെ ഫോണ് ചാർജ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ശ്രീനഗർ കാഴ്ചകളുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.